നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിനേസൻസ്. ആ റിനേസൻസിന്റെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട റിനേസൻസിന്റെ ഒരു മാജിക് മന്ത്ര കണ്ടന്റ് ആണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലാസ്സിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം നടന്ന പരീക്ഷ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരുന്നു. 2025 ഏറ്റവും ലേറ്റസ്റ്റ് നടത്തിയ മത്സര പരീക്ഷ ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊരു ടെക്നിക്കൽ മത്സര പരീക്ഷയുടെ ചോദ്യമാണ്. വുമൺ ഹു ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദി വേലൂർ വെയിലിംഗ് പ്രൊട്ടസ്റ്റ്, അതിന്റെ മലയാളത്തിലേക്ക് വരുന്നു. വേലൂർ മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെടാത്ത വനിത എന്നാണ് ചോദ്യം. വുമൺ ഹു ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദി വേലൂർ വെയിലിംഗ് പ്രൊട്ടസ്റ്റ്. ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, തെറ്റില്ല. ഓപ്ഷൻ എ ആര്യപ്പള്ളം, ഓപ്ഷൻ ബി വേളാത്തി ലക്ഷ്മിക്കുട്ടി, ഓപ്ഷൻ സി KK കുറുമ്പ, ഓപ്ഷൻ ഡി KC കാളിക്കുട്ടി. ഇങ്ങനെ 4 ഓപ്ഷനുകളാണ് കൊടുത്തേക്കുന്നത്. ആൻസർ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഒന്നാമത്തെ ചോദ്യം ഇന്നത്, രണ്ടാമത്തെ ചോദ്യം ഇന്നത്. അടുത്തത് മറ്റൊരു മത്സര പരീക്ഷയിൽ നടത്തിയ ചോദ്യം ഇങ്ങനെയാണ്. അതും ടെക്നിക്കൽ മത്സര പരീക്ഷാ ചോദ്യം തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദിസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് KP വള്ളോൻ. KP വള്ളോൻ എന്നറിയപ്പെടുന്ന ഒരു നവോത്ഥാന നായകൻ നമുക്കുണ്ട്. ആ KP വള്ളോനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റാണ് ചോദിച്ചേക്കുന്നത്. ന്യൂ ചോദ്യമാണ്. ഓപ്ഷൻ എ ലീഡർ ഓഫ് റവല്യൂഷണറി മൂവ്മെന്റ് ഇൻ കൊച്ചി. കൊച്ചിയുമായി ബന്ധപ്പെട്ട് റവല്യൂഷണറി മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായി പരിഗണിക്കപ്പെടുന്നു. ഓപ്ഷൻ ബി ഫൗണ്ടഡ് ദി മാഗസിൻ അധകൃതൻ ആൻഡ് ഹരിജൻ. അധകൃതൻ എന്ന മാസികയും ഹരിജൻ എന്ന മാസികയും അദ്ദേഹം സ്ഥാപിച്ചു. ഓപ്ഷൻ സി ബിക്കെയിം എ മെമ്പർ ഓഫ് ദി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ 1931. കൊച്ചി നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1931 അദ്ദേഹം അംഗമായി. ഓപ്ഷൻ ഡി ഓൾ ആർ കറക്റ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ് as the representative of the indigenous people regarding the നമ്പൂതിരി bill introduced in the Kochi Legislative Assembly. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തരുന്നു. കൊച്ചി നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ബില്ലുണ്ട്. ആ ബില്ലിന്റെ പേര് നമ്പൂതിരി ബില്ല്. ഈ നമ്പൂതിരി ബില്ലിനെ സംബന്ധിച്ച് അന്തർജനങ്ങളുടെ റെപ്രസെന്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ അന്തർജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ചത് ആരെന്നാ ചോദ്യം. പ്രപ്പോസ് ചെയ്ത സർക്കാർ നിർദ്ദേശിച്ചതാണ്. ഓപ്ഷൻ എ ആര്യപ്പള്ളം, ഓപ്ഷൻ ബി പാർവതി നെന്മേനി മംഗലം, ഓപ്ഷൻ സി കൗമുദി ടീച്ചർ, ഓപ്ഷൻ ഡി കാവുങ്കര ഭാർഗവി. ഇങ്ങനെയാണ് 3 ന്യൂജൻ ചോദ്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടത്തിയ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത്, ഇത് നമ്മുടെ മത്സര പരീക്ഷയുടെ ചോദ്യമാണ്, ഇതൊരു ടെക്നിക്കൽ മത്സര പരീക്ഷയാണെന്നൊരു എക്സെപ്ഷൻ കേസ് അല്ലേ ഉള്ളൂ. ആ ചോദ്യങ്ങൾ എങ്ങോട്ടേക്ക് വരാം? ജനറൽ PSC പരീക്ഷകളിലേക്ക് വന്നൂടെ? അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ മത്സര പരീക്ഷയിൽ അല്ലെങ്കിൽ പരീക്ഷകളിൽ കയറുന്ന സമയത്ത് വന്നൂടെ? ഇതാണ് നമുക്ക് വേണ്ടത്. ആ കണ്ടന്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. അപ്പൊ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഇതിന് മുഴുവൻ കണ്ടന്റ് നമ്മൾ പഠിക്കാൻ പോകും. ഇതിന്റെ ആൻസർ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുക. ഹു ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ് as the representative of the indigenous people regarding the നമ്പൂതിരി bill introduced in the Kochi Legislative Assembly എന്ന് പറഞ്ഞാൽ കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ബില്ലുണ്ട്. ആ ബില്ലിന്റെ പേര് നമ്പൂതിരി ബിൽ എന്നാണ്. ആ നമ്പൂതിരി ബില്ലിനെ സംബന്ധിച്ച് അന്തർജനങ്ങളുടെ പ്രതിനിധിയായി സർക്കാർ നിർദ്ദേശിച്ചത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി പാർവതി നെന്മേനി മംഗലമാണ്. അപ്പൊ പാർവതി നെന്മേനി മംഗലത്തെ പറ്റി നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും പാർവതി നെന്മേനി മംഗലം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികയെ പറ്റി പഠിക്കാനുണ്ട്. കാരണം എന്താ? റോൾ ഓഫ് പ്രസന്റ് കേരള റിനൈസൻസ് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പത്ര മേഖല ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വനിതകളെ നമ്മൾ പഠിക്കത്തില്ലയോ? അതിൽ വരുന്ന നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം. ഇനി വളരെ പ്രധാനപ്പെട്ട 3 വ്യക്തികളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഈ പറഞ്ഞ പാർവതി നെന്മേനി മംഗലം, പാർവതി നിലയങ്കോട്, പാർവതി മനഴി, ഈ 3 വ്യക്തികളും അന്തർജന സമാജം എന്നറിയപ്പെടുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക. അന്തർജന സമാജവും ബഹുമത സമൂഹവും യോഗക്ഷേമ സഭയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ. അന്തർജന സമാജം, ബഹുമത സമൂഹം, യോഗക്ഷേമ സഭ, ഈ 3 സംഘടനകളുടെയും പ്രധാന പ്രവർത്തകനായി പരിഗണിക്കപ്പെടുന്നത് VT ഭട്ടതിരിപ്പാട്. അല്ലെങ്കിൽ പ്രധാന സജീവ പ്രവർത്തകൻ, സ്ഥാപകൻ എന്നൊക്കെ വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉത്തരം ആൻസർ VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ ഇതിന്റെ ആൻസർ പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലത്തെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം?
പാർവതി നെന്മേനി മംഗലത്തിന്റെ ലൈഫ് പീരീഡ് 1911 അല്ലെങ്കിൽ 1911 മുതൽ 1947 വരെ. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വർഷം പാർവതി നെന്മേനി മംഗലം മരിക്കുക. ഇതേ 1947 മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടധികാരം കിട്ടുന്ന വർഷം 1947 വളരെ ഇമ്പോർട്ടന്റ്. ഇനി 1947 മറ്റൊരു പ്രത്യേകതയുണ്ട്. പാലിയം സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന പാലിയം അജിറ്റേഷൻ നടക്കുന്നത് 1947-48. അപ്പൊ പാർവതി നെന്മേനി മംഗലം അവർ ജനിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലാണ് പാർവതി നെന്മേനി മംഗലം ജനിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടത്. ഈ പാർവതി നെന്മേനി മംഗലത്തെ പറ്റി നമ്മുടെ മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടന്റുകളിൽ ഒന്ന്, പാർവതി നെന്മേനി മംഗലം വാസ് ദി വൺ ഓഫ് ഹു വാസ് ബിഹൈൻഡ് ദി ഫസ്റ്റ് വിഡോ മാരേജ് ഇൻ നമ്പൂതിരി കമ്മ്യൂണിറ്റി. നമ്പൂതിരി വിഭാഗത്തിലെ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്പൂതിരി യുവജന വിഭാഗം എന്നറിയപ്പെടുന്ന ഒരു യുവജന വിഭാഗമുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാന പ്രവർത്തകയായി പരിഗണിക്കപ്പെടുന്നത് ഈ പറയുന്ന പാർവതി നെന്മേനി മംഗലത്തെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടന്റ് ഇതാണ്. പാർവതി നെന്മേനി മംഗലവുമായി ബന്ധപ്പെട്ട് ചോദ്യം ഇതാണ്: പാർവതി നെന്മേനി മംഗലം വാസ് വൺ ഓഫ് ദി അല്ലെങ്കിൽ വാസ് ദി വൺ ഹു വാസ് ബിഹൈൻഡ് ദി ഫസ്റ്റ് വിഡോ മാരേജ് ഇൻ ദി നമ്പൂതിരി കമ്മ്യൂണിറ്റി. വേറെ ഒന്നുമില്ലെന്നേ. നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹത്തിന് പിന്നിൽ പ്രവർത്തിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം പാർവതി നെന്മേനി മംഗലമാണ്. ഈ പാർവതി നെന്മേനി മംഗലം തന്നെയാണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് 1932 തളിപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു നമ്പൂതിരി യുവജന സംഘത്തിന്റെ ഒരു സമ്മേളനം നടക്കും. ആ നമ്പൂതിരി യുവജന സംഘത്തിന്റെ അധ്യക്ഷ സ്ഥാനം തളിപ്പറമ്പ് 1932 തളിപ്പറമ്പിൽ നടന്ന നമ്പൂതിരി യുവജന സംഘത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് പാർവതി നെന്മേനി മംഗലമാണ്. പാർവതി നെന്മേനി മംഗലം വാസ് ദി വൺ ഹു പ്രിസൈഡഡ് ഓവർ ദി നമ്പൂതിരി യൂത്ത് അസോസിയേഷൻ ഇൻ തളിപ്പറമ്പ് ഇൻ 1932 എന്നാ പറയുന്നത്. Then മൂന്നാമത്തെ കണ്ടന്റ് നോക്കിയേ. ദ വുമൺ ഹു ടുക്ക് ദി ഇനിഷ്യേറ്റീവ് ടു ഫോം ആൻ ഇന്റർഫെയ്ത്ത് സൊസൈറ്റി ഇൻ ചേറ്റുപുഴ. ചോദ്യം ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇങ്ങനെയാ ചോദിക്കുന്നത്. ചേറ്റുപുഴ അന്തർജന സമാജം രൂപീകരിക്കാൻ മുൻകൈ എടുത്തത്, ചേറ്റുപുഴയിൽ അന്തർജന സമാജം രൂപീകരിക്കാൻ മുൻകൈ എടുത്ത നവോത്ഥാന നായികയാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം പാർവതി നെന്മേനി മംഗലമാണ്. അപ്പൊ പാർവതി നെന്മേനി മംഗലവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? കൊച്ചി നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഷി ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ് ആസ് ദി റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ഇൻഡിജിനസ് പീപ്പിൾ റിഗാർഡിംഗ് ദി നമ്പൂതിരി ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി. കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കപ്പെട്ട നമ്പൂതിരി ബില്ലിനെ സംബന്ധിച്ച് അന്തർജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അന്തർജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് ഗവൺമെന്റ്, അവിടെ അന്നത്തെ ഗവൺമെന്റാ, സർക്കാർ നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതും പാർവതി നെന്മേനി മംഗലം തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ആദ്യമായി നോമിനേറ്റ് ചെയ്ത വുമൺ ആരാണ്? ഫസ്റ്റ് വുമൺ ടു ബി നോമിനേറ്റഡ് ടു കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി, കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിതയാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം തോട്ടയ്ക്കാട്ട് മാധവിയമ്മയാണ്. മന്നത്ത് പത്മനാഭന്റെ ഭാര്യയായ തോട്ടയ്ക്കാട്ട് മാധവിയമ്മയാണ് ഫസ്റ്റ് വുമൺ ടു ബി നോമിനേറ്റഡ് ടു കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി. കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ വനിതയാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം തോട്ടയ്ക്കാട്ട് മാധവിയമ്മയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പാർവതി നെന്മേനി മംഗലത്തെ പറ്റി ഇത്രയും കണ്ടന്റുകൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണം. അതിൽ ചേറ്റുപുഴ അന്തർജന സമാജത്തിന് ഇംഗ്ലീഷ് പറയുന്ന കണ്ടന്റ് ഇങ്ങനെയാണ്: ഇന്റർഫെയ്ത്ത് സൊസൈറ്റി ഇൻ ചേറ്റുപുഴ എന്ന ചേറ്റുപുഴ അന്തർജന സമാജത്തിന്റെ രൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകയായി പരിഗണിക്കപ്പെടുന്നത് ആരെ തന്നെ? പാർവതി നെന്മേനി മംഗലത്തെ തന്നെയാണ്. ഇനി രസിക ഭവനം എന്ന് പറഞ്ഞൊരു ഭവനമുണ്ട്. അതായത് VT ഭട്ടതിരിപ്പാടിന്റെ വീടാണ് രസിക ഭവനം എന്ന് പറയുന്നത്. VT ഭട്ടതിരിപ്പാടിനെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. യോഗക്ഷേമ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് രസിക ഭവനം. ഈ രസിക ഭവനം എന്നറിയപ്പെടുന്ന വീട്ടില് നമ്പൂതിരി സമുദായത്തിൽ ആദ്യത്തെ ചരിത്ര വിധവാ വിവാഹം നടക്കുന്നത് ഈ രസിക ഭവനത്തിൽ വെച്ചാണ്. ഈ രസിക ഭവനത്തിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്, അവിടെ ഒരു സമ്മേളനം ഫോം ചെയ്യും രസിക ഭവനത്തിൽ വെച്ച്. അപ്പൊ ആ സമയത്ത് ഒരു 21 വയസ്സ് പ്രായം മാത്രമേ പാർവതി നെന്മേനി മംഗലത്തിനുള്ളൂ. 21 വയസ്സ് പ്രായം മാത്രമാണ് ആ സമയത്ത് ഈ പറയുന്ന പാർവതി നെന്മേനി മംഗലത്തിനുള്ളത്. അന്ന് നമ്പൂതിരി യുവജന സംഘത്തിന്റെ സമ്മേളനത്തിൽ ഒരു വിധവയെ വിവാഹം ചെയ്യാൻ ആരുണ്ട്?
അന്ന് ഈ പറഞ്ഞേക്കുന്ന വിധവ പുനർവിവാഹം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് ഇല്ല. ഒരു വിധവയെ വിവാഹം ചെയ്യാൻ ആരുണ്ട് എന്ന ഒരു ചോദ്യം, ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ഈ പറയുന്ന സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ചോദ്യം ഉയർത്തിയ 21കാരിയായ വനിതയുടെ പേര് അത് പാർവതി നെന്മേനി മംഗലം എന്നാണ്. എ 21-year-old woman raised the question of who would marry a widow at a meeting of the നമ്പൂതിരി യൂത്ത് അസോസിയേഷൻ. നമ്പൂതിരി യൂത്ത് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട സമ്മേളനം, അതായത് നെന്മേനി മംഗലം ഇല്ലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു സമ്മേളനം നടക്കും. ആ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞതാണ് വിധവയെ വിവാഹം ചെയ്യാൻ ആരുണ്ട്. അപ്പൊ അതുവരെ, അന്നേ കാലം വരെ നോക്കൂ, പ്രബുദ്ധ കേരളം എന്ന് ഞാനും നിങ്ങൾ മുറ്റം കൊള്ളുന്ന കേരളത്തിൽ അന്നേ കാലം വരെ വിധവയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട് എങ്കിൽ, നമ്പൂതിരി വിഭാഗത്തിലെ വിധവയായിട്ടൊരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ വിധവയെ വിവാഹം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് ഈ ഒരു ചോദ്യത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും നമ്പൂതിരി വിഭാഗത്തിലെ ഉന്നമനവുമായി ബന്ധപ്പെട്ടും പാർവതി നെന്മേനി മംഗലം ഉൾപ്പെടെയുള്ള വനിതകളെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ദി ഫസ്റ്റ് വിഡോ മാരേജ് ഇൻ ദി നമ്പൂതിരി കമ്മ്യൂണിറ്റി took place in, അതായത് നമ്പൂതിരി വിഭാഗത്തിലെ അല്ലെങ്കിൽ സമുദായത്തിലെ ആദ്യത്തെ വിധവ വിവാഹം നടക്കുന്നത് 1934 1934 ഫസ്റ്റ് വിഡോ മാരേജ് ഇൻ ദി നമ്പൂതിരി കമ്മ്യൂണിറ്റി നടക്കുന്നത്. അല്ലെങ്കിൽ വിധവ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവ വിവാഹം നടക്കുന്നത് 1934. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, പീപ്പിൾ അസോസിയേറ്റഡ് വിത്ത് ദി ഇന്റർഫെയ്ത്ത് കമ്മ്യൂണിറ്റി. എന്താ ഇന്റർഫെയ്ത്ത് കമ്മ്യൂണിറ്റി? നമ്മൾ നേരത്തെ പറഞ്ഞു, അന്തർജന സമാജവുമായി ബന്ധപ്പെട്ട 3 വനിതകളെ മറക്കരുത്. ഒന്ന് പാർവതി നെന്മേനി മംഗലം, മറ്റൊന്ന് പാർവതി മനഴി, മറ്റൊന്ന് പാർവതി നിലയങ്കോട്. ഈ 3 പ്രൊമിനന്റ് ആയിട്ടുള്ള വനിതകളെ പറ്റി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇവര് 3ഉം അന്തർജന സമാജവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ താഴെ പറയുന്നവയിൽ ഈ പറഞ്ഞേക്കുന്ന ഇന്റർഫെയ്ത്ത് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്തർജന സമാജവുമായി ബന്ധപ്പെട്ട തെറ്റായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഉൾപ്പെടാത്തതാരെന്ന് ചോദിക്കും. പാർവതി നെന്മേനി മംഗലം ഓപ്ഷൻ അത് കാണും, പാർവതി മനഴി കാണും, പാർവതി നിലയങ്കോട് കാണും, അതിനോടൊപ്പം തന്നെ കെ ദേവികയെന്നോ മറ്റേതെങ്കിലും ഒരു ഓപ്ഷൻ കൂടെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ 3 വ്യക്തികളും ആരുമായി ബന്ധപ്പെട്ടതാ? അന്തർജന സമാജം എന്നറിയപ്പെടുന്ന സംഘടനയുടെ പ്രധാന പ്രവർത്തകരായി പരിഗണിക്കപ്പെടുന്നവരാണ് പാർവതി നെന്മേനി മംഗലം, പാർവതി മനഴി, പാർവതി നിലയങ്കോട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അപ്പൊ ആ ഒരു കണ്ടന്റ് തീർന്നല്ലോ. ഇത്രയേ ഉള്ളൂ പാർവതി നെന്മേനി മംഗലത്തെ പറ്റി നിങ്ങൾ പഠിക്കേണ്ടത്. അറിയാലോ, ഇന്നത്തെ റെഗുലർ ബാച്ചിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ വീഡിയോ ക്ലാസ് പഠിക്കണം, ഇതിന്റെ PDF നോട്ട് പഠിക്കണം, തരുന്ന മൈക്രോ നോട്ട് കമ്പൽസറി ആയിട്ട് വായിക്കണം, കറണ്ട് അഫേഴ്സ് തരും, അതും കൂടെ ചേർത്ത് റിനേസൻസും കൂടെ ചേർത്തായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. എക്സാം രാത്രി 9 മണിക്ക്. OMR എക്സാമും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഡെയിലി എക്സാമും ഉണ്ട്. രണ്ടും അറ്റൻഡ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പുതിയ റെഗുലർ ബാച്ചിലോ ക്രാഷ് ബാച്ചിലോ ടെസ്റ്റ് സീരീസ് ബാച്ചിലോ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക്, വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. 9072728242 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഏത് മത്സര പരീക്ഷയാണോ ഫോക്കസ് കൊടുക്കുന്നത് ആ മത്സര പരീക്ഷ, അതിനുശേഷം നിങ്ങളുടെ പേര്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് KP വള്ളോൻ? KP വള്ളോനുമായി ബന്ധപ്പെട്ട, അപ്പൊ KP വള്ളോനെ ഒന്ന് അടിവരച്ചേക്കണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി KP വള്ളോൻ? KP വള്ളോൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഇത് KP കറുപ്പനാണോ? ഒരിക്കലുമല്ല. പണ്ഡിറ്റ് കറുപ്പൻ ഉണ്ട്, അതാണ് KP കറുപ്പൻ. അത് വേറെ, KP വള്ളോൻ വേറെ. രണ്ടും 2 ചോദ്യമാണ്. അപ്പൊ ഈ KP വള്ളോനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ വസ്തുതകൾ, നിങ്ങൾ ഏതെങ്കിലും മെറ്റീരിയൽസിലോ നിങ്ങൾ വായിച്ച ഏതെങ്കിലും കണ്ടന്റിലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ KP വള്ളോനെ പറ്റി? ഒന്നാമത്തെ പ്രത്യേകത, കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യം ഇങ്ങനെയാണ്, ഓപ്ഷനുകളാണല്ലോ. ലീഡർ ഓഫ് റവല്യൂഷണറി മൂവ്മെന്റ് ഇൻ കൊച്ചി. കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? KP വള്ളോൻ. അവിടെ കുഴഞ്ഞു പോകും. കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഫസ്റ്റ് ഹ്യൂമൻ ആക്ടിവിസ്റ്റ് ഫ്രം കൊച്ചി എന്ന് ചോദിച്ചാൽ അതിനുത്തരം പണ്ഡിറ്റ് കറുപ്പനാണ്. 2 ചോദ്യമാണ്. ലീഡർ ഓഫ് ദി റവല്യൂഷണറി മൂവ്മെന്റ് ഇൻ കൊച്ചി അല്ലെങ്കിൽ കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് KP വള്ളോനും, കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ ഫസ്റ്റ് ഹ്യൂമൻ ആക്ടിവിസ്റ്റ് ഫ്രം കൊച്ചി എന്ന് ചോദിച്ചാൽ അതിനുത്തരം പണ്ഡിറ്റ് കറുപ്പനുമാണ്. 2 ചോദ്യമാണ്. നമ്മളെ കുഴപ്പിച്ചു കളയും. ഓക്കെ, അപ്പൊ ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഈ പറയുന്ന KP വള്ളോൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ 2 പ്രധാനപ്പെട്ട മാഗസിൻ ഫോം ചെയ്തിട്ടുണ്ട്. ആ മാഗസിന്റെ പേര് ഒന്ന് അധകൃതൻ, മറ്റൊന്ന് ഹരിജൻ. ഈ പറയുന്ന ഹരിജൻ എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പറിനെ പറ്റി നമ്മൾ വായിക്കുന്നതാണ്.
എന്താ ഹരിജൻ എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പറിന്റെ പ്രത്യേകത? മഹാത്മാഗാന്ധി ഫോം ചെയ്ത മാഗസിന്റെ പേര് അല്ലെങ്കിൽ പത്രത്തിന്റെ പേരാണല്ലോ ഹരിജൻ. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ KP വള്ളോൺ സ്ഥാപിച്ച രണ്ട് പ്രധാനപ്പെട്ട മാസികയാണ് അധകൃതനും ഹരിജനും. ഈ രണ്ട് മാഗസിനും 1936 അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഫൗണ്ടഡ് ദി മാഗസിൻ അധകൃതൻ ആൻഡ് ഹരിജൻ 1936 1936 സ്ഥാപിക്കുന്നു. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ became a member of the Kochi Legislative Assembly in 1931. 1931 അദ്ദേഹം എന്ത് ചെയ്തു? കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായി. കൊച്ചി നിയമസഭ അംഗമാകുന്നത് KP വള്ളോൻ കൊച്ചി നിയമസഭ അംഗമാകുന്ന വർഷം 1931. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ വസ്തുത എന്താ? കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് KP വള്ളോനാണ്. 1936 അദ്ദേഹം രണ്ട് മാഗസിൻ സ്ഥാപിച്ചു. അധകൃതൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും നോട്ട് ചെയ്തേക്കണം. അധകൃതനും ഹരിജൻ എന്നറിയപ്പെടുന്ന രണ്ട് മാഗസിൻ ഫോം ചെയ്തു. became a member of the Kochi Legislative Assembly in 1931. 1931 കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? അംഗമായി. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ സിയും ശരിയാണ്. അപ്പൊ എന്താണ് ആൻസർ? ആളാർ കറക്റ്റ് എന്ന ആൻസർ അല്ലേ? ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് KP വള്ളോനെ പറ്റി മറ്റു കണ്ടന്റുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. KP വള്ളോന്റെ ലൈഫ് പീരീഡ് 1894 മുതൽ 1940 വരെയാണ്. അദ്ദേഹം ജനിക്കുന്നത് എറണാകുളം ജില്ലയിലെ മുളവുകാട് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഈ ക്ലാസ് കാണുന്ന എത്ര പേര് എറണാകുളം ജില്ലയിലുള്ളവരാണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ചിലപ്പോൾ ഈ പറയുന്ന മുളവുകാട് സ്ഥലവും KP വള്ളോനെ പറ്റിയൊക്കെ ചിലപ്പം ചില ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ അറിയാമെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്താ? അവർ മത്സര പരീക്ഷ ഹാളിൽ കയറുമ്പോൾ KP വള്ളോനെ പറ്റി എന്തെങ്കിലും ചോദ്യം വന്നാൽ ഇതേപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ എഴുതിക്കൂടെ? KP വള്ളോനെ പറ്റി നോർമൽ ആയിട്ട് ഒരു കണ്ടന്റ് ഓർത്തു വെക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ദാക്ഷായണി വേലായുധൻ. ആരാ ഈ ദാക്ഷായണി വേലായുധൻ എന്ന് പറഞ്ഞാൽ? അതായത് വേറെ ഒന്നുമില്ല, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ഒരു വനിതയായിരുന്നല്ലോ ദാക്ഷായണി വേലായുധൻ. ഈ ദാക്ഷായണി വേലായുധൻ ഈ KP വള്ളോന്റെ സഹോദരിയായിരുന്നു. ഇപ്പൊ എനിക്കൊരു സഹോദരി ഉണ്ട്, അവർ ഉന്നത സ്ഥാനത്ത് എത്തുവാണെങ്കിൽ എനിക്ക് പറയാമല്ലോ എന്റെ സഹോദരിയാണ്. അപ്പൊ KP വള്ളോന്റെ സഹോദരിയാണ് ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ദാക്ഷായണി വേലായുധൻ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി KP വള്ളോനെ പറ്റി അഡീഷണൽ പോയിന്റ് ഇടുന്നുണ്ടത്. ഒന്ന്, 1938 എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു ദളിത് ഹോസ്റ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് KP വള്ളോന് 1938 എറണാകുളം എന്നറിയപ്പെടുന്ന ജില്ല, എറണാകുളത്തിന്റെ പ്രത്യേകതയൊക്കെ അറിയാലോ, ഋഷിനാഗകുളം എന്നറിയപ്പെടുന്ന ജില്ലയാണ് എറണാകുളം. എറണാകുളത്ത് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ ആരംഭിച്ചത് ഈ പറഞ്ഞ KP വള്ളോന്. അപ്പം ഹി സ്റ്റാർട്ടഡ് എ ഹോസ്റ്റൽ ഫോർ ദളിത് സ്റ്റുഡൻസ് ഇൻ എറണാകുളം ഇൻ 1938. അടുത്തത് 1935 ഹി കൺവേർട്ടഡ് ടു ബുദ്ധിസം. അദ്ദേഹം എങ്ങോട്ടേക്ക് കൺവേർട്ടായി? അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നു. 1935 ഹി കൺവേർട്ടഡ് ടു ബുദ്ധിസം. ബുദ്ധമതത്തിലേക്ക് അതായത് ബുദ്ധമതം സ്വീകരിക്കുന്നത് 1935. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രവർത്തകനായിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും വിപ്ലവ സമരങ്ങളൊക്കെ നടത്തുമ്പം 1938 എറണാകുളത്ത് ഒരു ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹോസ്റ്റലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പുള്ളി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അപ്പൊ ഈ സാമൂഹിക പ്രവർത്തകന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റുള്ളവർക്ക് സമൂഹത്തിന് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം വസൂരി ബാധിതർക്ക് വേണ്ടി, അതായത് നമ്മൾ പറയും സ്മാൾ പോക്സിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞേക്കുന്ന വസൂരി ബാധിതർക്ക് വേണ്ടി കുറച്ച് സേവന പ്രവർത്തനങ്ങൾ പുള്ളി കണ്ടക്ട് ചെയ്യും. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനും ഈ പറഞ്ഞേക്കുന്ന വസൂരി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപന്തിയിൽ നിന്നതുകൊണ്ട് തന്നെ വസൂരി ബാധിച്ച് മരിച്ച നവോത്ഥാന നായകനാണ് ഈ KP വള്ളോൻ. ഡൈഡ് ഓഫ് സ്മാൾ പോക്സ് വൈൽ ഗോയിങ് സർവീസ് വർക്ക് ഫോർ സ്മാൾ പോക്സ് ആക്ടിവിറ്റീസ്. വേറെ ഒന്നുമില്ല, വസൂരി ബാധിതർക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ ചെയ്തു. അപ്പൊ അങ്ങനെ വസൂരി ബാധിച്ച് മരിച്ച നവോത്ഥാന നായകനാണ് KP വള്ളോൻ. KP വള്ളോനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്, 1936 അദ്ദേഹം രണ്ട് മാഗസിൻ ഫോം ചെയ്തു. ഒന്ന് അധകൃതനും മറ്റൊന്ന് ഹരിജനും. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. KP വള്ളോനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ന്യൂജൻ ചോദ്യം സഹിതം പഠിച്ചേക്കണം. അതിൽ ഞാൻ പറഞ്ഞ കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പോയിന്റ് നമ്മളെ കുഴപ്പിച്ച് കളയും. കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് KP വള്ളോനും കൊച്ചിയിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പന. പണ്ഡിറ്റ് കറുപ്പന കേരള എബ്രഹാം ലിങ്കൺ, കേരള ലിങ്കൺ, കവി തിലകൻ, വിദ്വാൻ, സാഹിത്യ നിപുണൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. വരും ക്ലാസ്സിൽ എടുത്തോളം നോട്ട് ചെയ്തേക്കുക. അടുത്തത് മത്സര പരീക്ഷയ്ക്ക് ധാരാളം തവണ ചോദിക്കുന്ന ഒരു ഏരിയയാണ് പ്രൊക്ലമേഷൻ.
ഇയർ അനൗൺസ്ഡ് ബൈ. ഈ 3 കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാക്കേജ് പോലെ നിങ്ങൾ പഠിച്ചിരിക്കണം, മസ്റ്റായിട്ട്. അത് പാക്കേജ് പഠിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട. ഇതേ ഓർഡറിൽ ഞാൻ ഈ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഒന്നാമത്തെ പ്രൊക്ലമേഷൻ ആണ് കുണ്ടറ പ്രൊക്ലമേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുണ്ടറ വിളംബരം നടക്കുന്നത് 1809 ജനുവരി 11. മലയാളത്തിൽ എഴുതുന്നവർക്ക് മലയാളത്തിൽ എഴുതി പഠിക്കാം. ഞാൻ ഈ പറയുന്ന ടിക്ക് ചെയ്തേക്കുന്ന മാത്രമേ എഴുതി വെക്കാവൂ. പ്രൊക്ലമേഷൻ പറയുന്ന ഒരു ഓർഡർ ഇങ്ങനെയാണ്: പ്രൊക്ലമേഷൻ, ഇയർ അനൗൺസ്ഡ് ബൈ, വിളംബരം, വർഷം പ്രഖ്യാപിച്ചത്. ഒന്നാമത്തത് കുണ്ടറ വിളംബരം, വിളംബരത്തിന് താഴെ കുണ്ടറ, വർഷം 1809 ജനുവരി 11, അനൗൺസ്ഡ് ബൈ പ്രഖ്യാപിച്ചതിന് താഴെ വേലുത്തമ്പി ദളവ. എഴുതിയല്ലോ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. കുണ്ടറ വിളംബരം 1809 ജനുവരി 11, വേലുത്തമ്പി ദളവ. രണ്ടാമത്തത് ചാന്നാർ വിളംബരം ഓൾറെഡി ഉണ്ട്. ചാന്നാർ 1859 ജൂലൈ 26, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അത്രയും മാത്രം എഴുതിയാൽ മതി. ചാന്നാർ 1859 ജൂലൈ 26, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ. പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ 1865 1865 ആയില്യം തിരുനാൾ. എഴുതിയല്ലോ, പണ്ടാരപ്പാട്ട വിളംബരം 1865 ആയില്യം തിരുനാൾ. അടുത്തത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12, ചിത്തിര തിരുനാൾ ബാലരാമ ഓർമ്മ. ഇത്രയും കണ്ടന്റ് നിങ്ങൾ എഴുതിക്കണം. ഓക്കെ, ഇത്രയും കണ്ടന്റുകൾ എഴുതിയല്ലോ. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ഓർമ്മ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, ഇനി ഇതിന്റെ എല്ലാം കണ്ടന്റ് നമ്മൾ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞുതരാം. കുണ്ടറ പ്രൊക്ലമേഷൻ നടക്കുന്നത് 1809 ജനുവരി 11. പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര് വേലുത്തമ്പി ദളവ എന്ന്. ഈ വേലുത്തമ്പി ദളവയെ പറ്റി മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കുന്ന 4 പ്രധാനപ്പെട്ട കണ്ടന്റുകളുണ്ട്. ഒന്ന്, നാട്ടുകൂട്ടം ഇളക്കം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ദി കൺസെപ്റ്റ് നാട്ടുകൂട്ടം ഇളക്കം കോയിൻഡ് ബൈ കൊണ്ടുവന്നത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി, കൊല്ലം ജില്ലയിൽ, ഈ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജില്ലയായ കൊല്ലം ജില്ലയിൽ ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ഈ പറഞ്ഞ വേലുത്തമ്പി ദളവയാണ്. ഈ ഹജൂർ കച്ചേരിയാണ് പിന്നീട് എങ്ങോട്ട് മാറ്റുന്നത്? സെക്രട്ടേറിയറ്റ് ഇങ്ങോട്ട് മാറ്റും, തിരുവനന്തപുരത്തേക്ക് മാറ്റും. കൊല്ലത്തായിരുന്നു ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞാൽ, കൊല്ലത്തായിരുന്നു സെക്രട്ടേറിയറ്റ്. അത് കൊല്ലത്തുനിന്ന് ഹജൂർ കച്ചേരി എവിടുന്ന് മാറ്റുന്നതാണ്? ഈ പറഞ്ഞേക്കുന്ന കൊല്ലം ജില്ലയിൽ നിന്ന് മാറ്റി തിരുവനന്തപുരത്ത് കൊണ്ട് സ്ഥാപിക്കുക അന്നത്തെ ഭരണാധികാരികളൊക്കെ. അപ്പൊ നമുക്ക് വേണ്ടത് വേലുത്തമ്പി ദളവയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. ഈ വേലുത്തമ്പി ദളവയാണ് പാതിരാമണൽ ദ്വീപിനെ, വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയത് വേലുത്തമ്പി ദളവയാണ്. ഈ വേലുത്തമ്പി ദളവയാണ് ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് ഈ 3 സ്ഥലങ്ങളിൽ ആഴ്ചച്ചന്ത സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. മിക്ക പ്രസിദ്ധീകരണങ്ങളിലും കൊടുത്തേക്കുന്നത് ചന്തയെന്ന്. ഒരിക്കലും അടിമച്ചന്തയല്ല, ആഴ്ചച്ചന്തയാണ്. ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് എന്നറിയപ്പെടുന്ന 3 സ്ഥലങ്ങളിൽ ആഴ്ചച്ചന്ത സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കണ്ടന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. നാട്ടുകൂട്ടം ഇളക്കം കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ലേറ്റസ്റ്റ് പരീക്ഷ ചോദ്യമാണ്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് വേലുത്തമ്പി ദളവയാണ്. ഓക്കെ ആണല്ലോ, ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഈ 1809 ജനുവരി 11 നടക്കുന്ന കുണ്ടറ വിളംബരം നടക്കുന്ന മലയാള വർഷവും തീയതിയും 984 മകരം 1. 984 മകരം 1 കുണ്ടറ വിളംബരം നടക്കുന്ന മലയാള വർഷവും ഡേറ്റും. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ആ കുണ്ടറ എന്നറിയപ്പെടുന്ന പ്രൊക്ലമേഷൻ നടക്കുന്നത് കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. കൊല്ലം ജില്ലക്കാർക്ക് അറിയാം, ബാക്കിയുള്ള ജില്ലക്കാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. കൊല്ലം ജില്ല ഫേമസ് ആണല്ലോ, അറിയാമല്ലോ, ലേസിന് വേണ്ടി അടിയുണ്ടാക്കി, അങ്ങനെ ഒത്തിരി നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. എന്നിരുന്നാലും ചരിത്രപരമായിട്ട് എല്ലാ ജില്ലകൾക്കും സവിശേഷതകളുണ്ട്, പ്രത്യേകതകളുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കുക. കുണ്ടറ വിളംബരം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ്. രണ്ടാമത്തെ വിളംബരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോജിക്കിലേക്ക് വരണം. ചാന്നാർ പ്രൊക്ലമേഷൻ എന്നാണ് ആ പ്രൊക്ലമേഷന്റെ പേര്. ചാന്നാർ പ്രൊക്ലമേഷനെ നമുക്ക് വേണമെങ്കിൽ അപ്പർ ക്ലോത്ത് പ്രൊക്ലമേഷൻ എന്ന് പറയാം. എന്നുവെച്ചാൽ മേൽമുണ്ട് വിളംബരം. ചാന്നാർ വിളംബരം, അതുമല്ലെങ്കിൽ മേൽമുണ്ട് വിളംബരം, അതുമല്ലെങ്കിൽ മാറുമറയ്ക്കൽ വിളംബരം, അതുമല്ലെങ്കിൽ ശീലവഴക്ക് വിളംബരം. 4 വാക്കിൽ പറയാം. ചാന്നാർ പ്രൊക്ലമേഷൻ, അപ്പർ ക്ലോത്ത് പ്രൊക്ലമേഷൻ, ബ്രസ്റ്റ് കവർ പ്രൊക്ലമേഷൻ, അല്ലെങ്കിൽ ശീലവഴക്ക് പ്രൊക്ലമേഷൻ. മലയാളത്തിൽ ഇംഗ്ലീഷിലോ ഇഷ്ടമുള്ളതുപോലെ പഠിക്കാം. 1859 ജൂലൈ 26 ഈ പ്രൊക്ലമേഷൻ അനൗൺസ് ചെയ്യുന്നത്. അനൗൺസ്ഡ് ബൈ അല്ലെങ്കിൽ പ്രൊക്ലൈംഡ് ബൈ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ അനൗൺസ്മെന്റ് പ്രഖ്യാപിക്കുന്നത്. വിത്ത് ദി അഡ്വൈസ് ഓഫ് ലോർഡ് ഹാരിസൺ.
ഹാരിസൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രഖ്യാപിക്കുന്നത്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റാണ് മത്സര പരീക്ഷയിൽ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ഏരിയയാണ് ചാന്നാർ വിളംബരം. ചാന്നാർ വിളംബരത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം പറഞ്ഞല്ലോ, ശ്രീധര മേനോന്റെ കേരള ചരിത്രം ഉൾപ്പെടെയുള്ള മുഴുവൻ ടെക്സ്റ്റുകളും റഫർ ചെയ്തിട്ടാണ് ഈ കണ്ടന്റ് അങ്ങോട്ട് തരുന്നത്. എന്നിട്ട് മുൻകാല വർഷങ്ങളിലെ ചോദ്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൂടി ഞാൻ കണ്ടന്റ് ആയിട്ട് തരുന്നു. 1812 ഒരു പ്രത്യേകതയുണ്ട്. 1812 ഈ പറയുന്ന ട്രാവൻകൂറിന്റെ സതേൺ പാർട്ടിൽ ഈ പറയുന്ന ചാന്നാർ കലാപം തുടങ്ങും. ചാന്നാർ കലാപം തുടങ്ങുന്നത് ശീല വഴക്ക് വേണ്ടിയാ. ശീല എന്ന് പറഞ്ഞാൽ മുകളിൽ ധരിക്കുന്ന വസ്ത്രത്തെയാണ് നമ്മൾ ശീല എന്ന് പറയുന്നത്. ശീലയല്ല, ശീല നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു മേൽവസ്ത്രം. ഈ മേൽവസ്ത്രം ധരിക്കുന്നതിനെതിരെ ഉള്ള വഴക്ക്, അതാണ് ശീല വഴക്ക്. അതാണ് ചാന്നാർ കലാപം എന്നറിയപ്പെടുന്നത്. ഈ ചാന്നാർ കലാപം തന്നെയാണ് അപ്പർ ക്ലോത്ത് റിവോൾട്ട് അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ഈ മേൽമുണ്ട് സമരം തന്നെയാണ് മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ഞാൻ നോക്കൂ, ഞാനൊരു ചാന്നാർ സ്ത്രീയാണ്, രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഞാൻ ചാന്നാർ സ്ത്രീ ആണെങ്കിൽ എനിക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരമില്ല. അതിനെതിരെ 1812 നോർത്തേൺ പാർട്ട് ഓഫ് ട്രാവൻകൂർ അല്ല, സതേൺ പാർട്ട് ഓഫ് ട്രാവൻകൂറിൽ ഒരു സ്ട്രൈക്ക് തുടങ്ങുന്നു. അതിനെ അറിയപ്പെടുന്ന പേരാണ് ചാന്നാർ സ്ട്രൈക്ക്. 1812 ഇങ്ങനെ ഒരു സ്ട്രൈക്ക് തുടങ്ങുമ്പോൾ അന്നത്തെ ഭരണാധികാരി ബ്രിട്ടീഷുകാരുണ്ട്, ഈ പറഞ്ഞ തിരുവിതാംകൂർ ദിവാനൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാരനായ കേണൽ മൺറോ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്യും. ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന എങ്ങനെയാണ്? 1812-13 ഇദ്ദേഹം കൊണ്ടുവന്ന ലോ ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആയാൽ, രഞ്ജിത്ത് എന്ന് പറയുന്ന ചാന്നാർ സ്ത്രീ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആയാൽ എനിക്ക് മേൽമുണ്ട് ധരിക്കാം. അപ്പൊ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. അപ്പൊ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ചാന്നാർ സ്ത്രീ കൺവേർട്ട് ചെയ്ത് എന്തായാൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആയാൽ അവർക്ക് എന്ത് ധരിക്കാം? മേൽമുണ്ട് ധരിക്കാം. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് കേണൽ മൺറോ 1812-13. അപ്പൊ ഈ കേണൽ മൺറോന്റെ മനസ്സിലുള്ള ഉദ്ദേശം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്: മുഴുവൻ ചാന്നാർ സ്ത്രീകൾ എങ്ങോട്ട് കൺവേർട്ട് ആവും? ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആവും എന്ന ഒരു ധാരണ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു നിയമം കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു കലാപം ഉണ്ടാവും, വളരെ സ്ട്രോങ് ആയിട്ട്. അതിനെ അറിയപ്പെടുന്ന പേരാണ് ചാന്നാർ റിവോൾട്ട് ഓർ അപ്പർ ക്ലോത്ത് റിവോൾട്ട് ഓർ ബ്രസ്റ്റ് കവർ അജിറ്റേഷൻ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പൊ കലാപങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ 1822 ഫസ്റ്റ് ചാന്നാർ അജിറ്റേഷൻ കണ്ടക്ട് ചെയ്യും. ഒന്നാം ചാന്നാർ കലാപം സംഘടിപ്പിക്കും. 1822 ഒന്നാം ചാന്നാർ കലാപം കണ്ടക്ട് ചെയ്ത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്: ഫസ്റ്റ് ചാന്നാർ അജിറ്റേഷൻ. ഇനി ചാന്നാർ അജിറ്റേഷൻ എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ഈ പറയുന്ന ഒരു വർഷവും ഇല്ല. 1859 ഉള്ളൂ എങ്കിൽ നിങ്ങൾ അതേ എഴുതാവൂ. 1822 ഫസ്റ്റ് ചാന്നാർ അജിറ്റേഷൻ. ഇനി ഈ ഫസ്റ്റ് ചാന്നാർ അജിറ്റേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. കേരളാസ് ഫസ്റ്റ് സോഷ്യൽ അജിറ്റേഷൻ, വളരെ ഇമ്പോർട്ടന്റ് വാക്കാണ്. കേരളാസ് ഫസ്റ്റ് സോഷ്യൽ അജിറ്റേഷൻ, കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക കലാപം എന്നറിയപ്പെടുന്നത് ചാന്നാർ കലാപം. അപ്പൊ കേരളത്തിൽ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാര? കേരളാസ് ഫസ്റ്റ് സോഷ്യൽ റിഫോർമർ എന്ന് ചോദിച്ചാലോ അത് വൈകുണ്ഠ സ്വാമികളാണ്. അതായത് ഈ പറഞ്ഞേക്കുന്ന ചാന്നാർ അജിറ്റേഷന്റെ സ്പിരിച്വൽ ലീഡർ, അപ്പർ ക്ലോത്ത് റിവോൾട്ടിന്റെ സ്പിരിച്വൽ ലീഡർ, ബ്രസ്റ്റ് കവർ അജിറ്റേഷന്റെ സ്പിരിച്വൽ ലീഡർ, ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് അത് വൈകുണ്ഠ സ്വാമികളാണ്. ഈ വൈകുണ്ഠ സ്വാമികളെ അറിയപ്പെടുന്ന പേരാണ് ഫസ്റ്റ് സോഷ്യൽ റിഫോർമർ ഇൻ കേരള. മുത്തുക്കുട്ടി സ്വാമി എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. വരും ദിവസങ്ങളിലെല്ലാം ഈ പറഞ്ഞ അപ്ഡേറ്റുകളെല്ലാം തന്നോളാം. ഇന്ന് KP വള്ളവനെ പറ്റിയും ഈ പറയുന്ന പാർവതി നെന്മേനി മംഗലത്തെ പറ്റിയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ സ്പിരിച്വൽ ലീഡർ എന്നറിയപ്പെടുന്ന ആരെയാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ആ വൈകുണ്ഠ സ്വാമികളുടെ ലൈഫ് പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. 1809 അദ്ദേഹം ജനിക്കുന്നത്, 1851 മരിക്കുന്നത്. അപ്പൊ ഇതെന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും 1859 സമയത്ത് ഈ വൈകുണ്ഠസ്വാമി ജീവിച്ചിരിക്കുന്നില്ലല്ലോ, വിളംബരമാണ് പ്രഖ്യാപിക്കുന്നത്. ചാന്നാർ സ്ത്രീകളായിട്ടുള്ള മുഴുവൻ സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അധികാരം കൊടുക്കുന്ന വിളംബരത്തിന്റെ ഡേറ്റ് ആണ് 1859 ജൂലൈ 26. ആ സമയത്ത് വൈകുണ്ഠസ്വാമി ജീവിച്ചിരിക്കുന്നില്ല, സമ്മതിച്ചു. 1851 മരിക്കുക. അപ്പം അതിനു മുമ്പേ ഈ പറയുന്ന 1822 ഒന്നാം ചാന്നാർ കലാപവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തുവിൽ അറിയപ്പെടുന്നത്? സ്പിരിച്വൽ ലീഡർ ഓഫ് ചാന്നാർ അജിറ്റേഷൻ എന്നറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. അങ്ങനെ 1859 ഫസ്റ്റ് ചാന്നാർ കലാപം എല്ലാം നടക്കും. 1859 ജൂലൈ 26 അന്നത്തെ ട്രാവൻകൂർ രാജാവ് കിങ്ങായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു പ്രൊക്ലമേഷൻ അനൗൺസ് ചെയ്യും. എല്ലാ ചാന്നാർ സ്ത്രീകൾക്കും ഇനി മുതൽ എന്ത് വിയർ ചെയ്യാം? ജാക്കറ്റ് വിയർ ചെയ്യാം.
അങ്ങനെ ഒരു അധികാരം കൊടുക്കുന്നത് അന്നത്തെ അപ്പോൾ ഒരു ട്രാവൻകൂർ കിങ്ങിന് സ്വന്തമായിട്ടൊരു തീരുമാനം അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല. അവിടെ ആരുടെ ഒരു അഡ്വൈസ് വേണം? അന്നത്തെ ബ്രിട്ടീഷ് ഗവർണറായിട്ടുള്ള മദ്രാസ് ഗവർണറായിട്ടുള്ള ലോർഡ് ഹാരിസണിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിത്ത് ദി അഡ്വൈസ് ഓഫ് ലോർഡ് ഹാരിസൺ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇനി ഇതിനെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടന്റ് കൂടിയുണ്ട്. വേലൂർ മാറുമറക്കൽ കലാപം, വേലൂർ ബ്രസ്റ്റ് കവർ അജിറ്റേഷൻ എന്ന് പറയും, വേറെ ഒന്നുമില്ല. 1952 ഒന്ന് ആലോചിച്ച് നോക്കണം. 1952 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947, ഇന്ത്യ റിപ്പബ്ലിക് ആയി 1950. പ്രബുദ്ധ കേരളം നൂറ്റം കൊള്ളുന്ന ഞാനും നിങ്ങളുമുള്ള ഈ പ്രബുദ്ധ കേരളത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷവും എന്തിനു വേണ്ടി? മേൽമുണ്ടിന് വേണ്ടി, മേൽമുണ്ട് ധരിക്കാനുള്ള സമരം നടത്തുക 1952. അതും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ മണിമലർക്കാവ് ക്ഷേത്രമുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിലെ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ വേലകളി, അതായത് ഉത്സവ ദിവസങ്ങളിൽ പങ്കെടുക്കാൻ വരുന്ന ഈ പറഞ്ഞേക്കുന്ന താഴെ സമൂഹത്തിൽ, ഇപ്പൊ ഞാൻ താഴേക്കിടയിലുള്ള ഒരു സ്ത്രീ ആണെന്നിരിക്കട്ടെ, രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു താഴേക്കിട എന്ന് പറഞ്ഞാൽ ലോവർ കാസ്റ്റിലെ ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ ഞാൻ ഈ തൃശ്ശൂർ ജില്ലയിലെ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ വേല മീൻസ് ഉത്സവത്തിന് വരുമ്പം എനിക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരമില്ല. ഇതിനെതിരെ റിയാക്ട് ചെയ്തുകൊണ്ട് 3 പ്രധാനപ്പെട്ട വനിതകൾ വരും. ആ വനിതകളുടെ പേര് വേളാത്ത് ലക്ഷ്മിക്കുട്ടി, കെ കുറുമ്പ, KC കാളിക്കുട്ടി. വേറെ ഒന്നുമില്ലെന്നേ. ഏത് ഭരണാധികാരി ആയിക്കോട്ടെ, ഏത് ഭരണത്തിൽ ഇരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തെറ്റിനെതിരെ ഒരാൾ വരും, ഒരാടെ പുറകെ 2 ആൾ വരും, 2 ആടെ പുറകെ 4 ആൾ വരും, 4 8 ആവും, 8 16 ആവും, 16 32 ആവും. ഇങ്ങനെ ചെയിൻ പോലെ കൂടിക്കൂടി വരും. ഭരണാധികാരി പോലും മനസ്സിലാക്കത്തില്ല. ഭരണാധികാരി മനസ്സിലാക്കുന്നത് ഭരണം നഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും. അപ്പൊ അങ്ങനെ 1952 കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ മണിമലർക്കാവ് ക്ഷേത്രത്തിൽ 3 പ്രധാനപ്പെട്ട വനിതകൾ, വേളാത്ത് ലക്ഷ്മിക്കുട്ടി, കെ കുറുമ്പ, KC കാളിക്കുട്ടി എന്നറിയപ്പെടുന്ന 3 വനിതകൾ സമരത്തിൽ നയിക്കും, സമരത്തിന് നേതൃത്വം കൊടുക്കും. ആ സമരത്തിന്റെ പേരാണ് വേലൂർ മാറുമറക്കൽ കലാപം. വർഷം ഇമ്പോർട്ടന്റ്, സ്ഥലം ഇമ്പോർട്ടന്റ്, ജില്ല ഇമ്പോർട്ടന്റ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മുൻകാല വർഷ ചോദ്യമാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷനാണ്. പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ അനൗൺസ് ചെയ്യുന്നത് 1865 1865 അനൗൺസ് ചെയ്തത് ആയില്യം തിരുനാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, തിരുവിതാംകൂറിലെ കർഷക മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ഈ പണ്ടാരപ്പാട്ട വിളംബരത്തിന് ഇംഗ്ലീഷ് ടൈം കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ദി പെസന്റ് മാഗ്നാ കാർട്ട ഓഫ് ട്രാവൻകൂർ. പെസന്റ്, കർഷകൻ എന്ന വാക്ക്. ദി പെസന്റ് മാഗ്നാ കാർട്ട ഓഫ് ട്രാവൻകൂർ എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാ? പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ. അതായത് 1865 സർക്കാർ ഭൂമികളായിട്ടുള്ള, നമ്മൾ പറയും ഈ പറയുന്ന രാജാക്കന്മാരുടെ ഭൂമികളെ അറിയപ്പെടുന്ന പേരാണ് ചേരിക്കൽ എന്ന് പറയും. ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാരവക എന്ന് പറയും. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഒരു ഗവൺമെന്റിനെ കോർഡിനേറ്റ് ചെയ്യുവാണെന്നിരിക്കട്ടെ. നിങ്ങളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നിരിക്കട്ടെ. എങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ കൺട്രോളിംഗ് ആണല്ലോ. കേരള ഗവൺമെന്റ് അധികാരത്തിലുള്ള എല്ലാ വസ്തുക്കളും ഗവൺമെന്റിന്റെയാണ്. ഇപ്പൊ നമ്മൾ പറയും പൊതുമുതലാണെന്നാണ് പറയുന്നത്. ഈ പൊതുമുതലിനെ ആദ്യകാലത്ത് അറിയപ്പെട്ട പേരാണ് ചേരിക്കൽ ഓർ പണ്ടാരവക. രാജാവിന്റെ ഭൂമി, രാജാവ് അല്ലെങ്കിൽ നാടുവാഴിയുടെ ലാൻഡ്. ഈ ലാൻഡ് 1865 കർഷകന് കൊടുക്കും. ജന്മികുടിയാൻ സമ്പ്രദായം ഇല്ലാണ്ടാക്കിക്കൊണ്ട് കർഷകൻ നേരിട്ട് കൊടുക്കും കൃഷി ചെയ്യാനും അവിടെ താമസിക്കാനും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ 1865. അതുകൊണ്ടാണ് അതിനെ തിരുവിതാംകൂറിലെ കർഷക മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത്. നമ്മൾ പഠിക്കും 1215 ജൂൺ 15 ജോൺ രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തി റണ്ണിമീഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ഒരു എഗ്രിമെന്റ് ഒപ്പിടത്തില്ലയോ? ആ എഗ്രിമെന്റിന്റെ പേരെന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രം മാഗ്നാ കാർട്ട. ഇത് ഒരു മാഗ്നാ കാർട്ടയാണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ചത് ആയില്യം തിരുനാൾ. ഇനി അങ്ങനെ ഒന്നും പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പറയുക, കൊല്ലം ജില്ല, ഇപ്പൊ എൻ്റെ ജില്ല, സ്വന്തം ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അന്ധവിശ്വാസമുണ്ട്. ആയില്യം നാള് ജനിക്കുന്നവരെ ഒരു നെഗറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ ഞാൻ ആയില്യം നാള് ജനിച്ചൊരു വ്യക്തിയാണ്. രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ആയില്യം നാള് ജനിച്ച വ്യക്തിയാണെങ്കിൽ, എൻ്റെ ഗ്രാമം പതാരം എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു വീടുണ്ട്, എനിക്കൊരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ രാവിലെ ഞാൻ എണീറ്റ് എൻ്റെ കിഴക്കേ ദിക്കിലേക്കോ പടിഞ്ഞാറേ ദിക്കിലേക്കോ വടക്കേ ദിക്കിലേക്കോ തെക്കേ ദിക്കിലേക്കോ ഒക്കെ നോക്കിയാൽ
ആ ദിക്കിലുള്ള വീട്ടുകാരെല്ലാം ഇല്ലാണ്ടായി പോകും, അല്ലെങ്കിൽ അവരൊക്കെ എന്താണ് ഗുണം പിടിക്കാതെ പോകും, അല്ലെങ്കിൽ നമ്മൾ പറയാം എഴുമ്പേറ്റം പിടിക്കാതെ പോകും, നെഗറ്റീവായിട്ട് അവർക്കെല്ലാം ലൈഫ് നെഗറ്റീവായിട്ട് മാറും എന്നൊരു ധാരണയുണ്ട്, അന്ധവിശ്വാസമാണ്. ആ ധാരണ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുക. പണ്ടാര ആയില്യം, വേറെ ഒന്നുമില്ലെന്നേ, രഞ്ജിത്ത് പണ്ടാര എന്നല്ല, പണ്ടാര ആയില്യം, പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ചത് ആയില്യം തിരുനാൾ. ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കും, പക്ഷെ പരീക്ഷകളിൽ കയറുമ്പോൾ പണ്ടാര ചിത്തിര തിരുനാളാവരുത്, പണ്ടാര ആയില്യം തിരുനാൾ. ക്ലിയർ ആണല്ലോ? ദി പെസന്റ് മാഗ്നാ കാർട്ട ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെടുന്ന അതിനെയാണ്. ഇനി നമുക്ക് വേണ്ടത് എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടക്കുന്നത് 1936 1936 നവംബർ 12 1936 നവംബർ 12 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അനൗൺസ് ചെയ്യുന്നത്. അനൗൺസ്ഡ് ബൈ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അനൗൺസ് ചെയ്യുന്നത്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന്, ടെമ്പിൾ എൻട്രി റെസല്യൂഷൻ റിട്ടൺ ബൈ ആൻഡ് പ്രസന്റ് ബൈ. ടെമ്പിൾ എൻട്രി റെസല്യൂഷൻ ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും ആരെന്ന് ചോദിക്കും. അതിനുത്തരം TK മാധവൻ. ടെമ്പിൾ എൻട്രി റെസല്യൂഷൻ ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും TK മാധവൻ 1930 മരിച്ചു പോയല്ലോ, 36 ക്ഷേത്രപ്രവേശന വിളംബരം. ഞാൻ പറയുന്നത് ക്ഷേത്രപ്രവേശന പ്രമേയം എന്ന ടെമ്പിൾ എൻട്രി റെസല്യൂഷൻ എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ, വ്യക്തമായി പോണം. ദെൻ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയത് ഉള്ളൂർ S പരമേശ്വരയ്യർ. ആ ക്ഷേത്രപ്രവേശന വിളംബരം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അനൗൺസ് ചെയ്ത് ശ്രീ ചിത്തിര തിരുനാളാണ്. ഓക്കെ, ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വണ്ടർ ഇൻ മോഡേൺ ടൈംസ്, വേറെ ഒന്നുമില്ല, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നു. അത് ഈ പറഞ്ഞേക്കുന്ന ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ബ്ലഡ്ലെസ് റവല്യൂഷൻ, രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് അത് C രാജഗോപാലാചാരിയാണ്. P രാജഗോപാലാചാരി അല്ല, C രാജഗോപാലാചാരിയാണ്. ദെൻ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇത്രയേ ഉള്ളൂ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെ പറ്റി ചോദിക്കുന്നത്. അപ്പൊ 1936 നവംബർ 12 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം അനൗൺസ് ചെയ്തത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ടെമ്പിൾ എൻട്രി റെസല്യൂഷൻ റിട്ടൺ ബൈ ആൻഡ് പ്രസന്റ് ബൈ, എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ റിട്ടൺ ബൈ ഉള്ളൂർ S പരമേശ്വരയ്യർ. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അനൗൺസ്ഡ് ബൈ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. വണ്ടർ ഇൻ മോഡേൺ ടൈംസ്, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്നറിയപ്പെടുന്നത് ഇതിനെയാണ്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെയാണ്. അടുത്തത് ബ്ലഡ്ലെസ് റവല്യൂഷൻ, രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C രാജഗോപാലാചാരി. സ്പിരിച്വൽ മാഗ്നാ കാർട്ട ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് TK വേലുപ്പിള്ളയാണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. വുമൺ ഹു ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദി വെല്ലൂർ വെയിലിംഗ് പ്രൊട്ടസ്റ്റ്. വേലൂർ മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെടാത്തവരത് എന്നല്ലയോ? ഓപ്ഷൻ A പരിശോധിക്ക്. ആര്യപ്പള്ളം. നമ്മൾ ഇന്ന് പഠിപ്പിച്ച ഏതെങ്കിലും കണ്ടന്റിൽ ആര്യപ്പള്ളത്തെ പറ്റി പറഞ്ഞോ? ആര്യപ്പള്ളത്തെ പറ്റി പറഞ്ഞില്ല. അപ്പൊ ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ആര്യപ്പള്ളമാണ്. ഇനി ഓപ്ഷൻ B യും C യും D യും നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. 1952 തൃശ്ശൂർ ജില്ലയിലെ മണിമലർക്കാവ് ക്ഷേത്രത്തിൽ നടന്ന ഉത്സവം, ആ ഉത്സവത്തിൽ ഈ പറഞ്ഞേക്കുന്ന താഴേക്കിടയിലുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ലോവർ കാസ്റ്റ് പീപ്പിൾ ആയിട്ടുള്ള വേളാത്ത് ലക്ഷ്മിക്കുട്ടിയും KK കുറുമ്പയും KC കാളിക്കുട്ടിയും ഒരു സമരം സംഘടിപ്പിക്കുന്നു. ആ സമരത്തിന്റെ പേരാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം. ഈ 3 വ്യക്തികളും വേലൂർ മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ടതാ. ആര്യപ്പള്ളം എന്തുമായി ബന്ധപ്പെട്ടതല്ല, ഈ പറഞ്ഞേക്കുന്ന വേലൂർ മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെടാത്ത വനിതയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പറഞ്ഞല്ലോ, ഇതിൻ്റെ എക്സാം ഇന്ന് രാത്രി 9 മണി കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. OMR എക്സാം ഉണ്ടായിരിക്കും, റെഗുലർ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.